പരിസ്ഥിതിയെ ഒട്ടും മലിനമാക്കാതെ ഒരൊറ്റ തുള്ളി ഡീസൽ പോലും ഉപയോഗിക്കാതെ ഒരു ട്രെയിന് മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുമോ? കഴിയും. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും റെയിൽവേയുടെയും കഠിനാധ്വാനത്തിൽ പിറവിയെടുക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജന്ദിൽ നിന്നും സോനിപത്തിലേക്ക് കുതിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാവി മാറ്റിയെഴുതാൻ പോകുന്ന ആ ഹരിത വിപ്ലവത്തിന്റെ കഥയറിയാം. എന്താണ് ഈ ട്രെയിനിന്റെ പിന്നിലെ സാങ്കേതിക വിദ്യ? നമുക്കൊന്ന് പരിശോധിക്കാം. പരിസ്ഥിതി മലിനീകരണത്തിന് 100% പരിഹാരവുമായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പാളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായി എത്തുന്ന ഈ ട്രെയിനിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സൗഹൃദ ചുവടുവെപ്പിലേക്ക് രാജ്യം അടുക്കുകയാണ്. കൽക്കരിയും ഡീസലും ഓടിച്ച ഇന്ത്യൻ പാളങ്ങളിലൂടെ ഇനി പുകയ്ക്ക് പകരം വെറും ജലബാഷ്പം മാത്രം പുറത്തുവിട്ട് കുതിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ യാഥാർത്ഥ്യമായി. എന്താണ് ഇന്ത്യയുടെ ഹൈഡ്രജൻ ട്രെയിൻ പദ്ധതി എന്ന് ആദ്യം തന്നെ പറയാം. കേന്ദ്ര സർക്കാരിന്റെ ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ട്രെയിനുകൾ വികസിപ്പിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്ന ട്രെയിനുകളാണിവ. ഡീസൽ എഞ്ചിനുകൾക്ക് പകരമായി പരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രെയിനുകളാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് ഹരിയാനയിലാണ്. റൂട്ട് ഹരിയാനയിലെ ജിന്ദ് സോനിപത്ത് പാതയിലൂടെയായിരിക്കും ആദ്യ പരീക്ഷണ ഓട്ടം. ഈ റൂട്ടിൽ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ സ്റ്റേഷനുകളും റെയിൽവേ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ട്രെയിനുകളുടെ പ്രവർത്തനം വളരെ ലളിതവും എന്നാൽ അത്യാധുനികവുമാണ്. ട്രെയിനിന്റെ മുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ടാങ്കുകളിൽ നിന്നുള്ള ഹൈഡ്രജനും അന്തരീക്ഷത്തിലെ ഓക്സിജനും തമ്മിൽ ഫ്യൂവൽ സെല്ലിൽ വെച്ച് രാസപ്രവർത്തനം നടക്കുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻ വഴി വലിയ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ വൈദ്യുതി ഉപയോഗിച്ചാണ് ട്രെയിൻ മുന്നോട്ട് കുതിക്കുന്നത്. ഉപയോഗിക്കാതെ വരുന്ന അധിക ഊർജം ട്രെയിനിലെ വലിയ ലിഥിയം അയൺ ബാറ്ററികളിൽ സംഭരിച്ചു വെക്കുകയും ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ കരിപുകയോ വിഷവാതകങ്ങളോ ഉണ്ടാകുന്നില്ല. പുകക്കുഴലിലൂടെ പുറത്തു പോകുന്നത് വെറും ശുദ്ധമായ ജലബാഷ്പവും ചൂടുവായുവും മാത്രമാണ്. ഈ ട്രെയിൻ കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങൾ എന്തെല്ലാം എന്ന് കൂടി ഒന്ന് പറയാം. 0 മലിനീകരണം, ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒട്ടും പുറന്തള്ളുന്നില്ല. ശബ്ദമില്ലാത്ത യാത്ര. ഡീസൽ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഈ ട്രെയിനുകൾക്ക് ഒട്ടും ശബ്ദമുണ്ടാകില്ല. പൈതൃക പാതകളുടെ സംരക്ഷണം ഇത് ഉറപ്പാക്കുന്നുണ്ട്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, കൽക്ക, ഷിംല, നീലഗിരി മൗണ്ടൻ റെയിൽവേ തുടങ്ങിയ ഇന്ത്യയുടെ മനോഹരമായ പൈതൃക മലയോര പാതകളിൽ ഭാവിയിൽ ഈ ട്രെയിനുകൾ ഓടിക്കും. ഇത് പ്രകൃതി രമണീയമായ ഈ നഗരങ്ങളിലെ പരിസ്ഥിതി മലിനീകരണം പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട്. ഇത്രയൊക്കെ നേട്ടങ്ങൾ പറയുമ്പോഴും ചില വെല്ലുവിളികൾ കൂടി ഈ ട്രെയിനുണ്ട്. എന്തൊക്കെയാണെന്ന് പറയും. സാങ്കേതിക വിദ്യ വിപ്ലവകരമാണെങ്കിലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ റെയിൽവേ നേരിടുന്നുണ്ട്. ഉയർന്ന ചെലവാണ് അതിലൊന്ന്. ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നതിനും അത് സൂക്ഷിക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയ്ക്ക് വലിയ ചിലവുണ്ട്. അടിസ്ഥാന സൗകര്യം. രാജ്യത്തുടനീളം ട്രെയിനുകളിൽ ഹൈഡ്രജൻ നിറയ്ക്കാനുള്ള പ്രത്യേക ഫില്ലിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. കൽക്കരിയിൽ നിന്ന് ഡീസലിലേക്കും അവിടെ നിന്ന് വൈദ്യുതീകരണത്തിലേക്കും മാറിയ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായമായിരിക്കും ഹൈഡ്രജൻ ട്രെയിനുകളെന്ന് ഉറപ്പിച്ചു പറയാം. സാങ്കേതിക വെല്ലുവിളികളും ഉയർന്ന നിർമ്മാണ ചെലവുകളും മുന്നിലുണ്ടെങ്കിലും വരും തലമുറയ്ക്കായി ഭൂമിയെ കരുതി വയ്ക്കാനുള്ള ഇന്ത്യയുടെ വലിയൊരു ചുവടുവെപ്പാണിത്. നാളെയുടെ ഹരിത ഭാരതത്തിലേക്ക് ഈ ട്രെയിൻ കുതിച്ചുയരുമ്പോൾ അത് ഇന്ത്യൻ റെയിൽവേയുടെ മാത്രമല്ല രാജ്യത്തിന്റെ മുഴുവൻ അഭിമാന നിമിഷമായി തന്നെ മാറുകയാണ്.